ഹലോ, ഇന്ന് കുറച്ച് നെണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നെണ്ടിനൊന്ന് റോസ്റ്റ് ആക്കാം. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇതപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് തന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് പിന്നെ എന്താ നമ്മൾ നടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് 2 വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 വെല്ലുള്ളി വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വാടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം വഴണ്ടി കിട്ടും. അപ്പോൾ ഞാൻ എന്താ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 തക്കാളിയും കൂടി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് വഴണ്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെണ്ടിട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതപ്പോൾ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കേട്ടോ. 2 ടേബിൾ സ്പൂണും മല്ലിപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തേക്കണത്. അപ്പോൾ അതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ക്ലീൻ ചെയ്ത് നെണ്ടിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കുക. അതായത് നല്ലൊന്ന് പുരട്ടി വരുന്നത് വരെ ഒന്ന് മിക്സാക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നെണ്ടിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങും. നല്ലൊരു അടി പിടിക്കണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നെണ്ടൊക്കെ നസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു പിടി അല്ലെങ്കിൽ 2 പിടി തേങ്ങ വറുത്തതാണ് കേട്ടോ. വറുത്ത് അരച്ചെടുത്തതാണ്. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, എന്നാലും ജസ്റ്റ് അരഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രീതിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ തേങ്ങ വറുത്തൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച് വന്നിട്ട് പിന്നെ ലാസ്റ്റ് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ച വെളിച്ചെണ്ണ എന്തിൻ്റെ മേലെ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നെണ്ട് കഴിക്കാൻ കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും നമ്മളെ എന്തിൻ്റെ കൂടെയും പോകും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.